നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LPUP എക്സാമിന്റെ കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഡേറ്റ് ഒക്കെ കറക്റ്റ് വന്നു കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാം, വെയിറ്റേജ് കൊടുത്ത് നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്കുകൾ ഏതാണോ അതൊക്കെ പഠിച്ചു തീർക്കേണ്ട സമയമായി കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. നിങ്ങൾക്ക് അധ്യാപകനാകണം എന്ന ആഗ്രഹം അത് ദൃഢമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാം. ഹാർഡ് വർക്ക് മാത്രം പോരാ, റിവിഷൻ ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക, അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയം നേടാൻ സാധിക്കത്തുള്ളൂ അല്ലേ. അതുപോലെ തന്നെ എന്താണ്, സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ആ 20 മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിൽ നമ്മൾ ഈ പറയുന്ന ഇതാണ് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിച്ചു വന്നത്. അതിന്റെ തേർഡ് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഇന്നത്തോടു കൂടി ആ ടോപ്പിക് അങ്ങ് കവറാം. അപ്പൊ മൊത്തത്തിലെ ടോപ്പിക് എന്ത് ചെയ്തു, 3 വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂർ പോലും എടുത്തിട്ടില്ല. ആ ടോപ്പിക് എന്ത് ചെയ്തു നമ്മൾ കവർ ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ അത് നോക്കാൻ പോകുന്നത് ഭിന്നശേഷിക്കാരായവർക്ക് വേണ്ടി നടപ്പിലാക്കിയ പ്രധാന പരിപാടികൾ എന്തൊക്കെയാണെന്നാണ്. അപ്പൊ എന്തൊക്കെ പരിപാടികളാണ് നടപ്പിലാക്കി നമുക്ക് നോക്കാം. ദേശീയ വിദ്യാഭ്യാസ നയം എന്നാണ്, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ആണ് കേട്ടോ. ദേശീയ വിദ്യാഭ്യാസ നയം അത് ആർക്ക് വേണ്ടിയുള്ളതാണ്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. തുടർച്ചയായ അധ്യാപക പരിശീലനങ്ങൾ, അതായത് കണ്ടിന്യൂസ് റീ ഓർഗനൈസേഷൻ ഓഫ് പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അധ്യാപക പരിശീലനങ്ങൾ അവർ നൽകുന്നുണ്ട്. പ്രോജക്ട് ഓൺ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഡിസേബിൾഡ്, അതായത് PIED, അതായത് പ്രോജക്ട് ഓൺ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള എന്താണ്, ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനെ പറ്റിയുള്ള 1986 ആണ്. പ്രോഗ്രാം ഓഫ് ആക്ഷൻ POA, പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992. അതുപോലെ റിവൈസ്ഡ് ICDC സ്കീം 1992. ഇപ്പൊ ഇതൊക്കെ ആർക്ക് വേണ്ടിയുള്ളതാണ്? നമ്മുടെ ഭിന്നശേഷിക്കാരായവർക്ക് വേണ്ടിയുള്ള പ്രധാന പരിപാടികളാണ്. ഓക്കെ, ഇനി എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? അപ്പൊ ആദ്യം മലയാളം പഠിക്കണം. എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? എന്താണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം? എന്താണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ജാതി, മത, വർഗ, സാംസ്കാരിക, സാമ്പത്തിക, സാമൂഹ്യ ഭേദമന്യേ ഒരു വ്യത്യാസവും ഇല്ല. ജാതി, മത, വർഗ, സാംസ്കാരിക, സാമ്പത്തിക, സാമൂഹ്യ ഭേദമന്യേ യാതൊരുവിധ വിവേചനവും ഇല്ലാതെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരായ സാധാരണ കുട്ടികളോടൊപ്പം മുഖ്യധാരാ വിദ്യാഭ്യാസം പൂർണ്ണ തോതിൽ തന്നെ പൊതുവിദ്യാലയങ്ങളിൽ ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസമാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ സങ്കലിത വിദ്യാഭ്യാസം. എന്താണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ എന്ത് വിളിക്കുന്നു? സങ്കലിത വിദ്യാഭ്യാസം. അപ്പം എന്താണ് പഠിച്ചു വെക്കോ? ഉയർന്ന എന്താണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ സങ്കലിത വിദ്യാഭ്യാസം എന്താണ് ഇത് പറയുന്നത്? ജാതി, മത, വർഗ, സാംസ്കാരിക, സാമ്പത്തിക, സാമൂഹിക എന്താണ് ഭേദമന്യേ യാതൊരു എന്തുമില്ല, വിവേചനവും അവിടെ ഇല്ല. ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച് 1990-ലാണ് 1919 ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവാം. എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ക്ലാസ് റൂം എന്ന് പറയുന്നത്? ഇവിടെ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാം, ഒന്നിച്ചേർന്ന് പഠിക്കാം. ഗീവിംഗ് ടീച്ചേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചർ എന്ത് ചെയ്യുന്നു, അസിസ്റ്റൻസും സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഫോക്കസ് ഓൺ എബിലിറ്റീസ്, ഓരോ ആൾക്കാരുടെ എന്താണ് എബിലിറ്റീസ് അതിനാണ് ഫോക്കസ് ചെയ്യുന്നത്, നോട്ട് ഡിസബിലിറ്റീസ്. ഓരോ കുട്ടികൾക്കും വാട്ട് ആർ ദെയർ എബിലിറ്റീസ് എന്ന് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. എന്ത് ചെയ്യുന്നില്ല, ഡിസബിലിറ്റി ഫോക്കസ് ചെയ്യുന്നില്ല. എവിടെ? ഇൻക്ലൂസീവ് ക്ലാസ് റൂം, ഉൾച്ചേർന്ന വിദ്യാഭ്യാസം കേട്ടോ. ഇനി ടീച്ചേഴ്സ് ലേണിംഗ് ടു എക്സ്പാൻഡ്, ടീച്ചർമാർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കണക്ടിങ് വിത്ത് ഇൻഡിവിജ്വൽ ലേണിംഗ്, കുട്ടികളുടെ ഇൻഡിവിജ്വൽ എന്താണ് ഒറ്റയ്ക്കുള്ള ലേണിംഗ് സ്റ്റൈലുമായിട്ട് എന്ത് ചെയ്യുന്നു, കണക്ട് ആവുന്നു. ഹോണറിംഗ് ദ നീഡ്സ് ഓഫ് ഓൾ പീപ്പിൾസ്, എല്ലാ കുട്ടികളുടെയും ആവശ്യങ്ങൾ ഒരേപോലെ കണക്കാക്കുന്നു, പ്രത്യേകം ആർക്കും അങ്ങനെ വ്യത്യാസമില്ല. വാല്യൂയിങ് അതർ കൾച്ചേഴ്സ് ആൻഡ് പെർസ്പെക്റ്റീവ്, ബാക്കിയുള്ള ആൾക്കാരുടെ കൾച്ചറും പെർസ്പെക്റ്റീവ് കാഴ്ചപ്പാടൊക്കെ എന്ത് ചെയ്യുന്നു, വാല്യൂ ചെയ്യുന്നു. സെലിബ്രേറ്റിംഗ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻഡിവിജ്വാലിറ്റി, ഒരേ സമയം ഡൈവേഴ്സിറ്റി വൈവിധ്യത്തെ എന്ത് ചെയ്യുന്നു, നമ്മൾ ആഘോഷിക്കുന്നു. അതുപോലെ ഇൻഡിവിജ്വാലിറ്റിയും വ്യക്തികളെയും നമ്മൾ അവരുടെ ചിന്താഗതി നമ്മൾ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലേ. ഡൈവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നു, ഇൻഡിവിജ്വാലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. നർച്ചറിങ് ഷെയർഡ് റെസ്പെക്ട് ആൻഡ് സിമ്പതി, കുട്ടികൾ നമ്മൾ എന്തുണ്ടാക്കിയെടുക്കുന്നു, റെസ്പെക്റ്റും എമ്പതിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു. സിമ്പതി അല്ലെ എമ്പതി, ആ ഒരു സിറ്റുവേഷനിൽ ഞാനായിരുന്നെങ്കിൽ എന്നുള്ള ചിന്തയാണ് അല്ലെ. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി ഐക്യരാഷ്ട്ര സംഘടന 2006 നടത്തിയ ആഗോള സമ്മേളനത്തിന്റെ റിപ്പോർട്ടിൽ ആർട്ടിക്കിൾ 24 ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇങ്ങനെ പരാമർശിക്കുന്നു. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ഈ ഒരു പറയുന്ന ഡയലോഗാണ് അവർ പറയുന്നത്. ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് ആർ നോട്ട് എക്സ്ക്ലൂഡഡ് ഫ്രം ഫ്രീ ആൻഡ് കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ, അതായത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനിൽ നിന്ന് ആരെ മാറ്റി നിർത്തുന്നില്ല, ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ മാറ്റി നിർത്തുന്നില്ല. ഫ്രം സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നവരെ മാറ്റി നിർത്തില്ല. ഓൺ ദ ബേസിസ് ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ക്യാൻ ആക്സസ് ആൻ ഇൻക്ലൂസീവ് ക്വാളിറ്റി ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ ഓൺ ഈക്വൽ ബേസിസ് വിത്ത് അതർ ഇൻ ദ കമ്മ്യൂണിറ്റി ഇൻ വിച്ച് ദേ ലിവ്, ബാക്കിയുള്ളവർക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ബാക്കിയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണോ അതേ അവകാശത്തോടു കൂടി അതേ ഈക്വാളിറ്റിയോട് കൂടി എന്ത് ചെയ്യാം, ഇവർക്കും ക്ലാസ് റൂമിൽ പഠിക്കാം. അവിടെ എന്താണ് പ്രൈമറി എഡ്യൂക്കേഷനിൽ നിന്നോ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ നിന്നോ ഡിസബിലിറ്റി ഉള്ള കുട്ടിയെ മാറ്റി നിർത്തേണ്ടതില്ല എന്നിവിടെ പറയുന്നുണ്ട്. UNO 2006 അവരുടെ എന്താണ് അവരുടെ ഉന്നമനത്തിനായുള്ള ആഗോള സമ്മേളനത്തിൽ റിപ്പോർട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
ഇനി ഭിന്നശേഷിക്കാരായവരെ സംബന്ധിച്ച് പ്രത്യയശാസ്ത്രപരമായ ഒരു പരിവർത്തനമാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. നമുക്കറിയാം യുണിസെഫിന്റെ 2003 കണക്കനുസരിച്ച് മിതമായ മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ 70% വരെയുള്ളവരെ പൊതുവിദ്യാലയങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കാനാകും. അപ്പൊ ഈ പറയുന്ന എത്രയാണ്? മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ എത്രയാണ്? 70% കുട്ടികളെ നമുക്ക് എവിടെ ചേർത്ത് പഠിപ്പിക്കാൻ പറ്റും? പൊതുവിദ്യാലയങ്ങളിൽ തന്നെ ചേർത്ത് പഠിപ്പിക്കാനാവും. അത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ വരുന്നതിന് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. എന്നാൽ തീവ്രമായ പ്രശ്നമുള്ള ആൾക്കാർ, നമ്മൾ പറഞ്ഞു IQ 50 താഴെയുള്ള ആൾക്കാർ കാര്യം പറഞ്ഞു. എന്നാൽ തീവ്രമായ പ്രശ്നമുള്ളവർക്ക് സവിശേഷ സ്കൂളുകൾ ആണ് അഭികാമ്യം. സാധാരണ 70% അങ്ങനെയുള്ള കുട്ടികളെ 70% ആൾക്കാരെ നമുക്ക് ഇവിടെ പഠിപ്പിക്കാം, സാധാരണ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാം. എന്നാൽ തീവ്ര പ്രശ്നമുള്ളവർക്ക് എന്ത് ചെയ്യണം? എന്താണ് ഇങ്ങനത്തെ സ്കൂളാണ് അഭികാമ്യം എന്ന് പറയുന്നത്? സവിശേഷ സ്കൂളുകളാണ് അഭികാമ്യം. ഓക്കെ. ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ മികവുകൾ, എന്തൊക്കെ മികവ് അതിനുണ്ടായിരിക്കാം? എല്ലാ വിവേചനങ്ങളും ഇല്ലാതെയാകുന്നു, സാമൂഹികവൽക്കരണം സാധ്യം, സോഷ്യലൈസിങ് ഉണ്ടാകുന്നു, എല്ലാവരും എന്താണ് സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം അവരെ പഠിക്കുന്നു, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പെരുമാറ്റത്തിന് അഭിലഷണീയമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. വിവിധ വിഷയങ്ങളുടെ പഠനം അവന്റെ പരിമിതികൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ എന്താണ് സൗഹാർദ്ദപരമാകുന്നു എന്ന് പറയുന്നത്. അതായത് എല്ലാ വിഷയങ്ങളും അല്ലെങ്കിൽ വിവിധ വിഷയങ്ങൾ പഠിക്കാൻ എന്ത് ചെയ്യുന്നു? അവന്റെ പരിമിതികൾ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ശരി. ഇനി ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നത് ഭിന്നശേഷിക്കാരനും അനുഭവവേദ്യമാകുന്നു. ഭിന്നശേഷിക്കാർക്ക് എന്ത് കിട്ടുന്നുണ്ട്? എഡ്യൂക്കേഷൻ അവന്റെ അവകാശമാണെന്ന് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നുണ്ട്. സ്കൂൾ തലത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും പങ്കാളിയാവാൻ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നു. സ്കൂൾ പ്രവർത്തനങ്ങളിൽ സാമൂഹിക ഇടപെടൽ പരസ്പര പൂരകമായി നടത്തുന്നതിനാൽ ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേഗത കൂടുന്നത് പെട്ടെന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അവിടെ നിന്നുണ്ടാകുന്നുണ്ട് സാമൂഹിക ഇടപെടൽ പരസ്പര പൂരകമായി നടത്തുന്നില്ല. സ്കൂൾ പ്രവർത്തനം, സ്കൂളിലെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർ എന്ത് ചെയ്യണം? കുട്ടികൾ എന്ത് ചെയ്യണം? പരസ്പര പൂരകമായി ഇടപെടുന്നു. അതുകൊണ്ട് തന്നെ ആരുടെ? ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസ പുരോഗതി പെട്ടെന്നുണ്ടാകുന്നു. പഠനത്തിലും ജീവിത വിജയം നേടുന്നതിലും ഭിന്നശേഷിക്കാരായ കുട്ടികൾ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകാൻ സാധിക്കുന്നു. ഏത് വഴി? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വഴി. ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ പരിമിതികൾ, ഇന്ന് കുറച്ച് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പരിമിതിയുമുണ്ട്. സ്കൂളുകളിലും ക്ലാസ്സറകളിലും പൂർണ്ണമായും ഭിന്നശേഷി സൗഹാർദ്ദമായിട്ടില്ല. ഇന്നും എന്തല്ലാതെ ഈ പറയുന്ന ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് ഫുള്ളി അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല, സൗഹാർദ്ദമായിട്ടില്ല. ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി അനുരൂപീകരണ പഠന പ്രവർത്തനങ്ങൾ തയ്യാറാക്കാനും അവ നടപ്പിലാക്കാനും ഉതകുന്ന വിദഗ്ധ പരിശീലനം എല്ലാ അധ്യാപകർക്കും ലഭിക്കുന്നില്ല. ആ രീതിയിലുള്ള ട്രെയിനിങ് ഒന്നും എല്ലാവർക്കും എന്ത് ചെയ്യുന്നില്ല, അധ്യാപകർക്ക് കിട്ടുന്നില്ല. പ്രാദേശിക ഗവൺമെന്റുകളുടെ ഫലപ്രദമായ ഇടപെടൽ വേണ്ടത്ര ലഭിക്കുന്നില്ല. ലോക്കൽ ഗവൺമെന്റിന് ആവശ്യത്തിനുള്ള ഇടപെടൽ ലഭിക്കുന്നില്ല. ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക പാഠ്യപദ്ധതി, അനുരൂപീകൃത പാഠ്യപദ്ധതി രൂപം നൽകിയിട്ടില്ല ഇതുവരെ. ഇതൊക്കെ എന്തിന്റെ ഡിമെറിറ്റ് ആണ്? ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന്റെ പരിമിതികൾ, ലിമിറ്റ്സ് ആണ്. ആരുടെയാണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ലിമിറ്റ് ആണ്. എന്തുകൊണ്ട് അതിന് നമുക്ക് നല്ല രീതിയിൽ ഇന്നും ഈ പറഞ്ഞ 70% കുട്ടികളെ, ഡിസബിലിറ്റി ഉള്ള 70% കുട്ടികളെ ക്ലാസ് റൂമിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കാൻ പറ്റുന്നില്ല? അതിന്റെ ഒരു ആൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി സംയോജിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസബിലിറ്റി. അപ്പൊ നമുക്ക് എങ്ങനെ IEDC അതായത് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ, സംയോജിത വിദ്യാഭ്യാസം IEDC പദ്ധതിയിൽ ഇന്ത്യയിൽ ആരംഭിച്ചെന്നാണ് 1974 IEDC പദ്ധതിയുടെ ആദ്യ നടപടി ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമീപ സ്കൂളുകളിൽ ചേർക്കുക എന്നുള്ളതായിരുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് നൽകിയിരുന്ന സംയോജിത വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ പ്രത്യേകം സജ്ജീകരിച്ച റിസോഴ്സ് മുറിയിൽ പ്രത്യേകമായി പഠിപ്പിക്കുന്ന രീതിയാണ്. ആര് കൊണ്ടുവന്നത്? IEDC കൊണ്ടുവന്നു. IEDC എന്ന് പറയുന്നത് പൊതു ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികളെ ഒറ്റപ്പെടൽ IEDC പദ്ധതിയുടെ ന്യൂനതയായത്. പൊതു ക്ലാസ്സിൽ നിന്നുള്ള കുട്ടി ഇവിടെ വരുന്നില്ല, പൊതു ക്ലാസ് റൂമിൽ വരുന്നില്ല അല്ലെ? ഇവിടെയാണ് റിസോഴ്സ് ക്ലാസ് റൂമിൽ പഠിക്കുന്നത്. അത് എന്തിന്റെ കുറവായിരുന്നു? IEDCയുടെ കുറവായിരുന്നു. ഇനി പൊതുവിദ്യാലയങ്ങളും സ്പെഷ്യൽ സ്കൂളുകളും നമ്മുടെ നാടുകളിൽ എന്തുണ്ട്? പൊതുവിദ്യാലയങ്ങളുണ്ട്, പബ്ലിക് സ്കൂളുകളുണ്ട്, സ്പെഷ്യൽ സ്കൂളുകളും ഉണ്ട്. പ്രത്യേകതരം പരിമിതിയുള്ള കുട്ടികൾക്ക് വേണ്ടി സവിശേഷമായി സജ്ജീകരിക്കുന്ന വിദ്യാലയങ്ങളാണ് സ്പെഷ്യൽ സ്കൂളുകൾ. അത് ഗിഫ്റ്റഡ് ചൈൽഡാവായിരിക്കാം, അല്ലെങ്കിൽ മെന്റലി റിട്ടാർഡ് കുട്ടികളായിരിക്കാം, ഏതുമാവാം. ഇന്ത്യയിൽ ആദ്യമായി സ്പെഷ്യൽ സ്കൂൾ ആരംഭിച്ചത് 1887 അമൃത്സറിലാണ്. എവിടെയാണ്? അമൃത്സറിലാണ്, പഞ്ചാബിൽ അമൃത്സറിലാണ് 1887 ഇന്ത്യയിൽ ആദ്യമായി സ്പെഷ്യൽ സ്കൂൾ ആരംഭിച്ചത്. കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടി തുടങ്ങിയ സ്ഥാപനമാണ് ഇതെന്ന് പറയുന്നത് ആനി ഷാർപ്പ് എന്ന് പറയുന്നത് അല്ലെ? ആനി ഷാർപ്പ് എന്ന് പറയുന്നത് കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ സ്ഥാപനമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് വേണ്ടി 115 സ്പെഷ്യൽ സ്കൂളുകളും ശ്രവണ സംസാര വൈകല്യമുള്ളവർക്ക് വേണ്ടി 70 സ്കൂളുകളും അസ്ഥി സംബന്ധമായ വൈകല്യമുള്ളവർക്ക് വേണ്ടി 25 സ്കൂളുകളും മാനസിക വെല്ലുവിളി നേടുന്നവർക്ക് വേണ്ടി 27 സ്കൂളുകളും എന്ത് ചെയ്തു? ഗവൺമെന്റ് തലത്തിൽ ആരംഭിച്ചു. ഇത്രയും സ്കൂളുകളെ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് വേണ്ടി
ഇന്ത്യയിൽ ആരംഭിച്ചതാണ്. അപ്പൊ അതുപോലെ സവിശേഷ വിദ്യാഭ്യാസം, എന്താണ് ഈ സവിശേഷ വിദ്യാഭ്യാസം? പരിമിതികളുടെ തീവ്രതയും തോതും അനുസരിച്ച് ഓരോ കുട്ടിക്കും അവന്റെ സവിശേഷ വിദ്യാഭ്യാസം ആവശ്യങ്ങൾക്കനുസരിച്ച് നൽകുന്ന വിദ്യാഭ്യാസമാണ് സവിശേഷ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പലതരത്തിലുള്ളതുണ്ട്. അതിലൊന്നാണ് റെസിഡൻഷ്യൽ സ്കൂൾ. നിങ്ങൾക്ക് ഈ ഇടയ്ക്കും ഒരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു, റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് താൽക്കാലികമായി അധ്യാപകരെ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അത് ഇന്റർവ്യൂവിനൊക്കെ പോകായിരുന്നു. ഈ പറയുന്ന മാർച്ച് മാസം ഏപ്രിൽ മാസത്തിലൊക്കെയാണ് അത് വന്നത്. 24 മണിക്കൂറും വീട്ടിൽ നിന്ന് മാറി താമസവും പരിശീലനവും നൽകാൻ സജ്ജീകരിച്ച സ്ഥാപനമാണ് റെസിഡൻഷ്യൽ സ്കൂൾ. 24 മണിക്കൂർ നമ്മൾ അവിടെ നിന്ന് വേണം പഠിപ്പിക്കാൻ. ഓക്കെ, അത് ഒന്നാണ് കേട്ടോ. അത് കഴിഞ്ഞു. അതുപോലെ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസമാണ്, ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ. ദീർഘകാല ചികിത്സ ആവശ്യമുള്ളതിനാലോ തീവ്രമായ ചലന പ്രശ്നങ്ങൾ ഉള്ളതിനാലോ സ്കൂളിൽ പോകാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർക്ക് വീട്ടിൽ വെച്ച് എന്ത് ചെയ്യാം, വിദ്യാഭ്യാസം നൽകുന്ന രീതിയാണ് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എനിക്കൊക്കെ അറിയാം, നമുക്കൊക്കെ അറിയാൻ ബന്ധപ്പെട്ട് നമുക്കൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ നേരിട്ട് അറിയാം. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിലൊക്കെ ശ്രദ്ധിക്കുക, സ്കൂളിലൊക്കെ വരാതെ എന്ത് ചെയ്യണം, നമുക്ക് സ്കൂളിൽ പോകാൻ കഴിയാതെ ഭിന്നശേഷിക്കാർക്ക് എന്നാൽ വീട്ടിൽ വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വിദ്യാഭ്യാസം നേടാൻ സാധിക്കും. അതിനെയാണ് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം, ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ സ്പെഷ്യൽ ഡേ സ്കൂളുണ്ട്. അതായത് ഒരേ തരം പരിമിതിയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പരിരക്ഷയും പരിശീലനവും പകൽ മാത്രം നൽകുന്ന സ്ഥാപനമാണ് സ്പെഷ്യൽ ഡേ സ്കൂൾ. ഓക്കെ, ഡേ സ്കൂൾ. പൊതുവിദ്യാലയത്തിലെ സ്പെഷ്യൽ ക്ലാസ് റൂമുകളിലെ പഠനം. പൊതുവിദ്യാലയങ്ങൾ, പബ്ലിക് സ്കൂളിൽ തന്നെ എന്താണ്, അവർക്ക് വേണ്ടി സ്പെഷ്യൽ ക്ലാസ് റൂമുകൾ അറേഞ്ച് ചെയ്ത് പഠിപ്പിക്കാം. സഞ്ചരിക്കുന്ന അധ്യാപകരുടെ സേവനം നമുക്ക് ആർക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവരാം. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്, വിവിധ തരത്തിലുള്ള സവിശേഷ വിദ്യാലയങ്ങളാണ്. റെസിഡൻസ് സ്കൂൾ വരുന്നുണ്ട്, ഗൃഹാധിഷ്ഠിത പഠനം വരുന്നുണ്ട്, സ്പെഷ്യൽ ഡേ സ്കൂൾ വരുന്നുണ്ട്, പൊതുവിദ്യാലയത്തിൽ സ്പെഷ്യൽ ക്ലാസ് റൂം വരുന്നുണ്ട്, സഞ്ചരിക്കുന്ന അധ്യാപകരുടെ സേവനം, ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി നിയമങ്ങളാണ്, ആക്ടുകളാണ്. അവകാശ അധിഷ്ഠിത വിദ്യാഭ്യാസം, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അല്ലെ, RTE. അതായത് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പ്രകാരം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മാറ്റം കൊണ്ടുവന്നതാണ്. 6-നും 14-നും വയസ്സിനിടയിലുള്ള എല്ലാവർക്കും സൗജന്യവും ഗുണനിലവാരവും ഉള്ളതുമായ വിദ്യാഭ്യാസം നൽകാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ടെന്ന് പറയുന്ന ആക്ടാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം. ഇത് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നിയമപ്രകാരം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് 5 വയസ്സിന്റെ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു നമ്മൾ പറഞ്ഞ സാധാരണ എത്രയാണ്, 6 to 14 ആണ്. പക്ഷേ ഭിന്നശേഷിക്കാരാണ് എത്രയാണ്, 5 വയസ്സിന്റെ ഇളവ് ഇതിൽ വരും. ഓക്കെ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് പ്രായത്തിന് അനുയോജ്യമായ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകിയ ആക്ടാണ് RPWD. നമ്മൾ നേരത്തെ പറഞ്ഞു 2016 ആണ് അല്ലേ. PWD ആക്ട് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചത് 1995 ഇത് ഇതാണ് RPWD ആണ്. അതെന്താണ്, ദ റൈറ്റ് ഓഫ് ദ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് നമ്മൾ പഠിച്ചതാണ് 2016. അത് പ്രകാരമാണ് ഭിന്നശേഷിക്കാർക്ക് പ്രായത്തിന് അനുയോജ്യമായ ക്ലാസ്സിൽ ചേർന്ന് എന്ത് ചെയ്യാൻ പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ അന്തർദേശീയ തലത്തിലുള്ള അവകാശ സംരക്ഷണ നിയമങ്ങൾ. ഇനി അന്തർദേശീയ തലം, ഇന്റർനാഷണൽ ലെവലിൽ പറയുകയാണ്. അമേരിക്കയിൽ 1960 ഭിന്നശേഷിക്കാർക്കും പഠിക്കാനുള്ള അവകാശമുണ്ടെന്നും അതിനായി വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ആഹ്വാനം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡിയാണ് എന്ത് ചെയ്തത്, 1960 ഈ ഒരു അഭിപ്രായമാണ്, ഭിന്നശേഷിക്കാർക്കും പഠിക്കാനുള്ള അവകാശമുണ്ടെന്നും അതിനായി വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ആഹ്വാനം ചെയ്തത് കെന്നഡിയാണ്. ഭിന്നശേഷിക്കാരായവരുടെ വിദ്യാഭ്യാസത്തിന് കാതലായ മാറ്റം ഉണ്ടാക്കിയ 1975 പാസാക്കിയ നിയമമാണ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആക്ട്. അതായത് ഭിന്നശേഷിക്കാരായവരുടെ വിദ്യാഭ്യാസത്തിന് കാതലായ മാറ്റം ഉണ്ടാക്കിയ 1975 പാസാക്കിയ നിയമമാണ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആക്ട് എന്ന് പറയുന്നത്. ഓൾ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആക്ട് എന്ന് പറയുന്നത് ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാതെയാക്കി പഠനത്തിലും തൊഴിൽ ചെയ്യുന്നതിനും തുല്യ അവസരങ്ങൾ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കിക്കൊണ്ട് 1990 പാസാക്കിയ നിയമമാണ് ദ അമേരിക്കൻസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, ADA. അപ്പൊ ഇതൊക്കെ പറയുന്നത് ഇന്റർനാഷണൽ ലെവലിലുള്ളതാണ്, ഇന്ത്യയിലെ കാര്യമല്ല പറയുന്നത്, ഇന്റർനാഷണൽ ലെവലിലുള്ള കാര്യമാണ് പറയുന്നത്. 1975 എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഹാൻഡിക്യാപ്ഡ് ആക്ട് ഭേദഗതി ചെയ്ത് 1990 എന്ത് കൊണ്ടുവന്നു, ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസബിലിറ്റീസ് എഡ്യൂക്കേഷൻ ആക്ട് IDEA കൊണ്ടുവന്നു. ഇതൊക്കെ അമേരിക്കയിലെ കാര്യമാണ് പറയുന്നത്. അതുപോലെ IDEA പരിഷ്കരിച്ച് 2004 വീണ്ടും ഇതിനെ പരിഷ്കരിച്ചു. വ്യക്തിഗത വിദ്യാഭ്യാസ പദ്ധതി, ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ, IEP എന്ന നിയമപരമായ ആശയം അവതരിപ്പിച്ചത് ഏത് നിയമപ്രകാരമാണ്, IDEA 1990 ആണ്. ഇതൊക്കെ ഇന്റർനാഷണൽ ലെവലിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇനി ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണത്തിനായി മറ്റ് അന്തർദേശീയ ആക്ടുകളുണ്ട്. ഏതൊക്കെയാണ്, ഒന്ന് UN സ്റ്റാൻഡേർഡ് റൂൾസ് ഓൺ ദ ഇക്വലൈസേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് 1993 ആണ്. യുനെസ്കോയുടെ ഏതാണ്, സലമാങ്ക സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്.
ബിവാക്കോ മില്ലേനിയം ഫ്രെയിംവർക്ക് വരുന്നുണ്ട്, UNCPDD വരുന്നുണ്ട്, അന്താരാഷ്ട്ര ഭിന്നശേഷി ദശകമായി 1983, 1992 ഇതിന്റെ പ്രഖ്യാപനം. ഇതൊക്കെ കീഴിൽ വരുന്നതാണ്. ദശകം 10 വർഷമാണ്. ആ ഒരു 10 വർഷം ഇതൊക്കെ ആർക്ക് വേണ്ടിയുള്ളതാണ്? ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണത്തിനായുള്ള മറ്റ് അന്തർദേശീയ ആക്ടുകളാണ് കേട്ടോ. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള മറ്റ് ആക്ടുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ദേശീയ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞേക്കാൻ ഇന്റർനാഷണൽ പ്രാധാന്യമില്ല, പക്ഷെ ഇത് ഉറപ്പായിട്ടും ചോദിക്കും. ദേശീയ തലത്തിൽ തരത്തിലുള്ള അവകാശ സംരക്ഷണ നിയമങ്ങളും ആക്ടുകളും ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. ഒന്ന് PWD നമ്മൾ പഠിച്ചതാണ്, മെന്റൽ ഹെൽത്ത് ആക്ട് 1987, നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999, RTE ആക്ട് 2009, RC ആക്ട് 1992, RPWD 2016. ഇതൊക്കെ പഠിക്കണം. നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോവാണ്. ആദ്യം PWD ഇംഗ്ലീഷ് എന്താണ്, അല്ലെങ്കിൽ ഫുൾ ഫോം എന്താണ്? പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് ആണ് 1992. ഓക്കെ, 1992 അല്ല 1995. ഓക്കെ, അതിൽ ഭിന്നശേഷിക്കാരുടെ തുല്യ അവസരത്തിനും അവകാശ സംരക്ഷണത്തിനും പൂർണ്ണ പങ്കാളിത്തമുള്ള 1995 നിയമമാണ് PWD ആക്ട് എന്ന് പറയുന്നത്. അത് 1995 ഭിന്നശേഷിക്കാരുടെ തുല്യ അവസരത്തിനും അവരുടെ അവകാശ സംരക്ഷണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. ഇനി 1987 മെന്റൽ ഹെൽത്ത് ആക്ട് കൊണ്ടുവന്നു. അതായത് മാനസിക രോഗം ബാധിച്ചവരുടെ ചികിത്സയ്ക്കും സംരക്ഷണത്തിനുമായി 1987 മെയ് 22 പാസാക്കിയ നിയമമാണ് മെന്റൽ ഹെൽത്ത് ആക്ട് 1987. ഈ ആക്ട് ഭേദഗതി ചെയ്തതെന്നാണ് 2017. അതായത് ഭേദഗതി ചെയ്ത് മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് ആക്കി മാറ്റി. ഇതിന് ഇപ്പൊ എന്തെന്ന് അറിയപ്പെടുന്നു? മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് ആക്കി അറിയപ്പെടുന്നു. 2017 എന്തായിട്ട് മാറി? മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് ആയിട്ട് മാറി. ഓക്കെ, അത് ഓർത്തിരിക്കുക. April 7. ഓക്കെ, ഇനി നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999. നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999 ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ബഹുവിധ വൈകല്യം എന്നീ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കാനായി 1999 ഡിസംബർ 30 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട്. ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999 ആർക്കാണ്? ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ബഹുവിധ വൈകല്യം ഇവർക്ക് വേണ്ടി അവരുടെ ക്ഷേമത്തിനായി പാസാക്കിയതാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999. ഇനി റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നമ്മളിപ്പോൾ പഠിച്ചതാണ്, RTE 2009. 6 - 14 വയസ്സിന് ഇടയിലുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യവും ഗുണമേന്മയും ഉള്ളതുമായ വിദ്യാഭ്യാസം അവകാശമായി ഉറപ്പുവരുത്തുന്ന നിയമമാണ് RTE ആക്ട് എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പിക്കുന്നതിനായി അവരുടെ പ്രായപരിധി എത്രയായി? 18 വയസ്സ് വരെയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്താക്കി? ഞാൻ പറഞ്ഞു 5 വയസ്സിൽ നിന്ന് ഒരു റിഡക്ഷന്റെ അത് വരുന്നുണ്ട് അല്ലേ. ഇനി ദേശീയ തലത്തിലുള്ള അവകാശ സംരക്ഷണ നിയമമാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. PWDയും മെന്റൽ ഹെൽത്ത് ആക്ട് 2017 മാറിയിട്ടുണ്ട്. നാഷണൽ ട്രസ്റ്റ് ആക്ട്, RTE ആക്ട്, RCI ആക്ട്, RPWD ആക്ട് കേട്ടോ. അപ്പം RC ആക്ട് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. 1992 ആണ് കേട്ടോ. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസം ലക്ഷ്യമാക്കി 1986 രജിസ്ട്രേർഡ് സൊസൈറ്റിയായി ഡൽഹിയിൽ രൂപം കൊള്ളുകയും 1992 നിലവിൽ വരികയും ചെയ്ത നിയമമാണ് RCI ആക്ട് എന്ന് പറയുന്നത്. 2000 ഈ ആക്ടിന്റെ ഇത് ഭേദഗതി ചെയ്യുകയുണ്ടായി. RC ആക്ട് ചെയ്തു. അപ്പൊ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് 1992. ഇനി RPWDS, ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി നമ്മൾ പഠിച്ചത് 2016. ഈ 1995 PW ആക്ടിന് പകരമാണ് 2016 എന്തോന്നത് ഈ പറഞ്ഞ RPWDS ആക്ട് വരുന്നത്. ഇനി എന്താണ് NIVH, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വലി ഹാൻഡിക്യാപ്ഡ്, അതായത് കാഴ്ച പരിമിതിയുള്ളവർക്കായി ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വലി ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുന്നത്. 1982 അത് സ്ഥാപിതമായി. എന്നാണ് 1982 സ്ഥാപിതമായി. ഇനി ഏതാണ്? അലി യാവർ ജംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിയറിംഗ് ഹാൻഡിക്യാപ്ഡ്. ഇത് വിഷ്വലി ആണെങ്കിൽ എന്താണ്? ഹിയറിംഗ് ആണ് കേട്ടോ. ശ്രവണ വൈകല്യമുള്ളവർക്കായി പരിശീലനങ്ങൾ, പുനരധിവാസം, പ്രൊഫഷണലുകൾക്കുള്ള പരിശീലനങ്ങൾ എന്നീ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അലി യാവർ ജംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹിയറിംഗ് ഹാൻഡിക്യാപ്ഡ്. 1983 ഓഗസ്റ്റ് 9 മുംബൈയിലാണ് ഇത് സ്ഥാപിതമായത്. ഇത് ഉത്തരാഖണ്ഡ് ആണെങ്കിൽ ഇത് മുംബൈ ആണ്. ഓക്കെ, അടുത്തത് NIOH എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് ലോക്കോമോട്ടർ ഡിസബിലിറ്റി. അതായത് കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയത്തിന്റെ കീഴിൽ 1978 കൊൽക്കത്തയിൽ സ്ഥാപിതമായ സ്വയംഭരണ സ്ഥാപനമാണ് NIOH എന്ന് പറയുന്നത്. NIOH ഇങ്ങനെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പൊ ഈ ടോപ്പിക്ക് മൊത്തം കവർ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇതിനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അതാണ് ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാം എന്ത് ചെയ്യുന്നത് പറഞ്ഞു പോകുന്നത്. ഇന്റർനാഷണലും പറഞ്ഞു പോകുന്നുണ്ട്, ഇന്ത്യക്കകത്തുള്ള ആക്ടുകളും പറഞ്ഞു പോകുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസും പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ സ്വാമി വിവേകാനന്ദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റീഹാബിലിറ്റേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിലുണ്ട്. കേന്ദ്ര സാമൂഹ്യ സെൻട്രൽ സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിന്റെ കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് ഇതും.
അതുപോലെ തന്നെ NIMH എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് അമേരിക്കയിലെ ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള രാജ്യാന്തര പ്രശസ്തമായ ഒരു സ്ഥാപനമാണിത്. NIMHന്റെ ലക്ഷ്യം മാനസിക വൈകല്യങ്ങളെ തടയുകയും പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. RCI എന്ന് പറയുന്ന റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് സ്ഥാപിച്ചത് 1992-ലാണ്. അടുത്തതാണ് ഈ പറഞ്ഞ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന് പറയുന്നത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കീഴിൽ 1966 മൈസൂരിലെ മാനസ ഗംഗോത്രിയിൽ സ്ഥാപിതമായ സ്വയംഭരണ സ്ഥാപനമാണ് ഈ പറയുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് ഉണ്ട്. അതായത് 1847 മനോരോഗ ചികിത്സാ കേന്ദ്രം എന്ന നിലയിൽ ബാംഗ്ലൂരുവിൽ പ്രവർത്തനം ആരംഭിച്ചു. 1974 ഡിസംബർ 27 ഈ സ്ഥാപനത്തെ ഒരു സ്വയംഭരണ സ്ഥാപനമായി പ്രഖ്യാപിച്ച് എന്താക്കി മാറ്റി? അതിനെ ഈ പറഞ്ഞ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ആക്കി മാറ്റി. 1994 നവംബർ 14 ഡീംഡ് യൂണിവേഴ്സിറ്റി പദവിയിലേക്ക് ഇത് ഉയർത്തി. ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കി അതിനെ മാറ്റി. ഈ പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിനെ മാറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കി മാറ്റി. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ആ ഒരു ടോപ്പിക്ക് 3 വീഡിയോ ആയിട്ട് നമ്മൾ ഈ ടോപ്പിക്ക് കവർ ചെയ്ത് പോയി. അപ്പം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഡിസബിലിറ്റീസും ഭിന്നശേഷിയും അതുമായി ബന്ധപ്പെട്ടിരുന്ന വകുപ്പുകളും സ്ഥാപനങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 വീഡിയോയും കാണുക. അപ്പം എന്ത് ചെയ്യാം, നമ്മൾ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പ്ലേ സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് കൊടുത്തിരിക്കാം. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇനിയും ബാക്കി വിഷയങ്ങളായിട്ട് സൈക്കോളജി മാത്രമല്ല നിങ്ങൾക്ക് വേണ്ട എല്ലാ വിഷയങ്ങളും ഇനി നമുക്ക് ഏകദേശം ഒരു 70 ദിവസം ഉണ്ടായിരിക്കുക. 70 ദിവസം നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം പഠിച്ചു പോകും. അപ്പൊ നിങ്ങൾക്ക് ഓരോരോ ടോപ്പിക്കായിട്ട് നമ്മൾ കവർ ചെയ്ത് പോകും. അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇനി ഒരുപാട് വീഡിയോകൾ ഇടുന്നതായിരിക്കാം. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചാനൽ അയച്ചു കൊടുക്കുക. ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമുക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.